الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا منا إلى حضرة نبينا وسيدنا وشفيعنا محمد صلى الله عليه وسلم. اللهم بلغه منا تحية وسلاما. اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وأعطه المقام محمود الذي وعدته. اللهم ارزقنا شفاعته يا أرحم الراحمين. اللهم وإلى حضرات أرواح أهل الخير كلهم والصلاح أجمعين. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة على كراماتهم لديك يا رب العالمين. اللهم أمدنا بمددهم واحمنا بحمايتهم واغثنا بغياثهم. اللهم انصرنا بنصرتهم يا خير الناصرين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وسائر أقربائنا من الديون والمظالم والنار. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നാളിതുവരെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വ തെറ്റുകുറ്റങ്ങളും നാഥനായ തമ്പുരാൻ ഈ മഹത്തായ മാസത്തിന്റെ പവിത്രത കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏതാനും ചില കുട്ടികൾ അവർ കളിയിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. പരിസരങ്ങളിലുള്ള അയൽവാസികളൊക്കെ ആയിട്ടുള്ള കുട്ടികൾ അവർ ചേർന്ന് കളിവീടുണ്ടാക്കി കളിക്കുക. പല ഭാഗങ്ങളിലും പല പേരുകളിൽ പറയാറുണ്ട്. ചില ഭാഗങ്ങളില് കുട്ടിവീട്, കൊച്ചുവീട്, ഉണ്ണിച്ചോറ് അങ്ങനൊക്കെ പറയാറുണ്ട്. ഏതായാലും ചെറിയ കുട്ടികൾ മുൻകാലങ്ങളിലൊക്കെ വീടുകൾ ഉണ്ടാക്കി നമ്മുടെ തെങ്ങിന്റെ ഓലകളും മറ്റു വടികളും ഒക്കെ ഉപയോഗിച്ച് ചെറിയ പന്തല്, ചെറിയ വീടുകൾ നിർമ്മിച്ച് അതിനകത്ത് ഒരു വീട്ടിലുണ്ടാകുന്ന വസ്തുക്കളൊക്കെ പരമാവധി അവരുടെ കഴിവിന് അനുയോജ്യമാകും വിധം ശേഖരിച്ച് സംഭരിച്ച് നടത്തുന്ന കളികൾ. ഒരു വീട്ടിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മാതാവ്, പിതാവ്,
അതുപോലെ മക്കള്, സഹോദരങ്ങളൊക്കെ ആയി അവർ അഭിനയിക്കും. അങ്ങനെ ആ കളി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി സന്തോഷത്തോട് തുടങ്ങിയ കളി പിന്നീട് വലിയ ബഹളം കേട്ട് വീട്ടുകാരായിട്ടുള്ള ആളുകൾ ആ കളിസ്ഥലത്തേക്ക് ഓടി വരികയാണ്. എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു പെൺകുട്ടി വലിയ വായിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ വേറെ ഒരു ആൺകുട്ടി ചുമരിൽ ചാരി നിർത്തി ഇടിക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് വീട്ടുകാർ ഓടി വരുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞത് പ്രകാരം ഒരാൾ, ഈ ഇടിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ പിതാവാണ്, കളിവീട്ടിലെ പിതാവാണ്. ഇടികൊള്ളുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അവളാണ് ഈ വീട്ടിലെ മാതാവ്. കളിക്കിടയിൽ അവർ ഭക്ഷണം പാകം ചെയ്തു. ചിരട്ട ഉപയോഗിച്ച് അതിൽ മണ്ണൊക്കെ ഇട്ട് അവരെന്ത് ചെയ്തു? ചോറ് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കി. അത് അവരുടെ ഭാഷയിൽ കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ആ ഭർത്താവായിട്ടുള്ള, പിതാവായിട്ടുള്ള ഈ ആൺകുട്ടിയുടെ മുമ്പിൽ ഭക്ഷണം എത്തിയപ്പോ ആ ഭക്ഷണം രുചിച്ചു നോക്കുന്നത് ആ കുട്ടി അഭിനയിക്കുകയും പിന്നീടാണ് വീട്ടിലെ അമ്മയായി, ഉമ്മയായി, മാതാവായി അഭിനയിക്കുന്ന പെൺകുട്ടിയോട് ഇവൻ കയർക്കുകയും ചെയ്യുന്നത്. വളരെ അസഭ്യമായ രൂപത്തിൽ, വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ കുട്ടി, ഈ മാതാവായ ഈ പെൺകുട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ശകാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശകാരങ്ങൾക്കൊടുവിൽ പിന്നീട് അവൻ ഈ കുട്ടിയെ തൊഴിക്കാനും ഇടിക്കാനുമൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഇടിയും ആദ്യത്തെ തൊഴിയുമൊക്കെ ആ കളി നടന്നെങ്കിലും പിന്നീട് കളി കാര്യമായി മാറുകയാണ്. ഇടി ശക്തമായപ്പോഴാണ് ഈ കുട്ടി കരയുന്നതും ബഹളം വെക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വീട്ടുകാർ ഓടിക്കൂടുന്നതും ഒക്കെ. ഇനി ഞാൻ മറ്റൊരു കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു കുഞ്ഞുമോൻ, ഒരു ബാലൻ, അവനെ അവന്റെ ഉമ്മ യാത്ര അയക്കുകയാണ്. ദൂരദിക്കിലേക്കാണ് യാത്ര അയക്കുന്നത്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നടന്നാണ് യാത്ര പോകുന്നത്. ഏറെ ദൂരം സഞ്ചരിക്കണം അവന്. അങ്ങനെ അവന്റെ ആ സഞ്ചാര മധ്യേ ഒരു വനം ഭേദിച്ച് വേണം അവന് മുന്നോട്ട് പോകാൻ. ആ കാട്ടിലൂടെ അവൻ നടക്കവേ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഏതാനും ചില ആളുകൾ ചാടി വീഴുകയാണ്. അവർ ചാടി വീണ് ഇവനോട് സാധാരണ അവർ ചെയ്യുന്നത് പോലെ ഇവനോട് ഇവർ ആക്രോശിക്കുകയും നിന്റെ കയ്യിലുള്ളത് നൽകണമെന്ന് പറയുകയും ചെയ്യുകയാണ്. ആ സമയം കൊള്ളക്കാരായിട്ടുള്ള ഇവർ ചാടി വീഴുമ്പോൾ മറ്റുള്ള ആളുകൾ കുതറി ഓടാനും അവരുടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും കരയാനും ഭയപ്പെടാനും പരിഭ്രമിക്കാനും ഒക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. ആ പതിവിന് വിപരീതമായി ഈ കുട്ടി യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൻ അവരോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമുണ്ട്, അത് എൻ്റെ ഉമ്മ എൻ്റെ ഷർട്ടിന്റെ അടിയിലാണ് തുന്നി വെച്ചിട്ടുള്ളത്. ഇത് പറയേണ്ട താമസം കൊള്ളക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ അത്ഭുതം. ഇങ്ങനെ സത്യം പറയാറില്ലല്ലോ. ഈ കുട്ടി അതും ആദ്യഘട്ടത്തിൽ തന്നെ
ഒന്നാം തവണ ചോദിക്കുമ്പോൾ തന്നെ അവൻ സത്യം പറയുകയാണ്. ഇത് കണ്ട അത്ഭുത പരതന്ത്രരായ അവർ ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ചോദിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ നീ സത്യം പറഞ്ഞത് എന്തിനാണ്? 2 കഥകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒന്ന് നമ്മുടെ നാട്ടിൽ നടന്നു പോയ ഒരു സംഭവം, മറ്റൊന്ന് അനേകം വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ വലിയ ഒരു ചരിത്ര സംഭവം. ഈ 2 കഥകളും നിങ്ങൾക്ക് മുമ്പിൽ വെക്കാനുണ്ടായ കാരണം, ആദ്യത്തെ കഥയിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ശകാരിക്കുന്നു, അതിനെ തുടർന്ന് മറ്റൊരു കുട്ടിയെ ആക്രമിക്കുന്നു. എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? ആ കുട്ടി പിതാവായാണ് അഭിനയിക്കുന്നത്. ആ കുട്ടിയുടെ വീട്ടിലെ പിതാവ് മദ്യപാനിയായിട്ടുള്ള ഒരാളാണ്. അയാൾ രാത്രി മദ്യപിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മ അയാൾക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു, ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നു. ആ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ മദ്യപിച്ച ആ മനുഷ്യൻ ആ ഭക്ഷണം വായിലേക്ക് വെക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ പറഞ്ഞ് തൻ്റെ ഭാര്യയായ ആ വീട്ടിലെ മാതാവിനെ ശകാരിക്കുകയും ചെയ്യുക എന്നതാണ് ആ കുട്ടി ആദ്യം ഇവിടെ ചെയ്യുന്നത്. പിന്നീട് ആ ഭക്ഷണ പാത്രങ്ങൾ ഓരോന്നായി വലിച്ചെറിയുകയും തൻ്റെ ഭാര്യയെ അടിക്കുകയും ചെയ്യുക എന്നതാണ് കുട്ടി പിന്നീട് കാണാറുള്ളത്. അതാണ് തൻ്റെ കളി വീട്ടിൽ അവൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാതാവ്, തൻ്റെ പിതാവ്, അവരുടെ പ്രവർത്തനങ്ങൾ വലിയ അളവിൽ അവനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ കുട്ടി സാധാരണ തൻ്റെ പിതാവിൽ നിന്ന് കാണുന്ന പ്രവർത്തനങ്ങൾ, തൻ്റെ പിതാവിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, അത് അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരികയാണ്, പകർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് മാതാവിന് അതിൽ വലിയ പങ്കുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ കഥയിലേക്ക് വരാം. ആ കുട്ടി അവിടെ സത്യം പറയാനുണ്ടാകുന്ന കാരണം, തൻ്റെ മാതാവ് ആ കുട്ടിയെ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ നടത്തിയിട്ടുള്ള, ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ശരി, കളവ് പറയരുത്. ഈ കളവ് പറയരുത് എന്ന വാക്ക് തൻ്റെ ഉമ്മയിൽ നിന്ന് അപ്പടി സ്വീകരിക്കുകയാണ് രണ്ടാമത്തെ കഥയിലെ കുട്ടി ചെയ്യുന്നത്. നന്മയാകട്ടെ തിന്മയാകട്ടെ തൻ്റെ മാതാവിനെ അനുകരിക്കാനും അതുപോലെ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ സ്വഭാവങ്ങളെ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുവാനും കുട്ടി ശ്രമിക്കുന്നുണ്ട് എന്നത് വളരെ ലഗ്നമായ ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഈ കഥകളിൽ നമുക്കത് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് മാതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് മാതാവിനുള്ളത്. ഉമ്മയാണ്, മാതാവാണ് പ്രഥമ പാഠശാല, അവ്വലു മദ്രസ. ആദ്യത്തെ പഠനക്കളരി, ആദ്യത്തെ പഠനം നടക്കുന്നത്, ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് ഉമ്മയാണ്. പിതാവ് അവിടെ ഒരു സൂപ്പർവൈസറുടെ ജോലിയാണ്, റോളിലാണ് ഉള്ളത്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ മുഴുവൻ സമയവും, ഏറ്റവും കൂടുതൽ സമയം ഒരു കുട്ടി ചെലവഴിക്കുന്നത് തൻ്റെ മാതാവിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് മാതാവിൻ്റെ വാക്കുകളും മാതാവിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിമിത്തമായി. ഇവിടെ കുട്ടികളിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിന്, അവൻ്റെ ഭാവി ജീവിതത്തിൽ വിജയത്തിനാവശ്യമായിട്ടുള്ള
പടവുകൾ അവന് താണ്ടിക്കയറുന്നതിന് എല്ലാം വളരെ പ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നത് മാതാവാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും, ശുദ്ധ പ്രകൃതിയിലാണ് ഓരോ കുഞ്ഞും ജന്മം കൊള്ളുന്നത്. എല്ലാ കുഞ്ഞും ജന്മം കൊള്ളുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ശുദ്ധ പ്രകൃതി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് സംഭവിക്കുന്ന, അവൻ്റെ ഹൃദയത്തിന് ബാധിക്കുന്ന ധാരാളം മോശമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ. കളവ്, വഞ്ചന, ചതി, അഹങ്കാരം, അസൂയ, കുശുമ്പ്, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന മാരകങ്ങളായ രോഗങ്ങളാണ്. എന്നാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, ജനിച്ചു വീഴുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് കളവറിയില്ല, അതിന് വഞ്ചന എന്തെന്നറിയില്ല, അതിനെ ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഒരാളോടും അസൂയയോ ഒരു അഹങ്കാരമോ ആ കുട്ടിക്കില്ല എന്നുള്ളത് സത്യമാണ്. ഈ ഒരു പ്രകൃതിയിലാണ് കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. പിന്നീട് ആ കുഞ്ഞിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ആ മാറ്റങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്. അവൻ്റെ മതത്തിൽ, അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളിൽ എല്ലാം മാതാപിതാക്കൾക്ക് വലിയ പങ്കാണുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, അതുപോലെ നടക്കാൻ, ഇരിക്കാൻ, ഇതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും മറ്റു സൗകര്യങ്ങളും എല്ലാം അല്ലാഹു നൽകി. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകി. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യൻ പരാജയപ്പെടുന്നത് പലപ്പോഴും അവൻ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നിടത്താണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലകഫൂർ, തീർച്ചയായും മനുഷ്യർ എന്ന് പറയുന്നത് നന്ദികേട് കാണിക്കുന്നവരാണ്. കഫൂർ, വല്ലാതെ നന്ദികേട് കാണിക്കുന്നവരാണ്, വല്ലാതെ നന്ദികേട് കാണിക്കുന്നവരാണ്. മറ്റുള്ള ജീവികൾ അവരുടെ ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ അല്ലാഹു എന്തൊരു ലക്ഷ്യമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആ വഴിത്താരയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ എന്ന ലോകത്തെ ഏറ്റവും ഉന്നതനായ ഉത്കൃഷ്ടനായ ജീവി എന്ന് നാം പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറുകയാണ്, തെന്നി മാറുകയാണ്. ഇതാണ് മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിനെ അറിയാനാണ്, ആ അറിവിൽ നിന്ന് ആരാധന ഉണ്ടാവാനാണ്. അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ള ലക്ഷ്യത്തിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ വഴിമാറുന്നു. എന്നാൽ മറ്റുള്ള ജീവികൾ അങ്ങനെ വഴിമാറുന്നില്ല. അപ്പോൾ മനുഷ്യൻ വലിയ നന്ദികേട് കാണിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സന്താനങ്ങൾ എന്നുള്ളത്. സന്താനങ്ങളില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ ഒരു മനോവേദന. നമുക്ക് അല്ലാഹു സന്താനങ്ങൾ നൽകിയിരിക്കുന്നു. ഈ സന്താനങ്ങളെ അല്ലാഹു നൽകിയിട്ടുള്ളത് ഒരു അമാനത്തായിട്ടാണ്, ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ടാണ്. ആ സന്താനത്തെ അവന് ആവശ്യമായിട്ടുള്ള ആത്മീയമായ, ഭൗതികമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത കൂടി ഒരു കുഞ്ഞിനെ അല്ലാഹു നമുക്ക് നൽകുമ്പോൾ ആ ബാധ്യതകൾ കൂടി അല്ലാഹു നമുക്ക് കൈമാറുന്നുണ്ട്. അത് പലപ്പോഴും പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടി അവൻ പരാജയപ്പെടുന്നതിന് കാരണമായി ഭവിക്കുന്നത്. ഇവിടെ ശുദ്ധ പ്രകൃതിയിലാണ് ഒരു കുഞ്ഞിനെ അല്ലാഹു നമുക്ക് നൽകുന്നത്. ആ ശുദ്ധ പ്രകൃതി അവന്റെ ജീവിതാന്ത്യം വരെ നിലനിർത്തുക, ആ നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് മാതാവിന്റെയും പിതാവിന്റെയും വലിയ ബാധ്യത എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് ആരാണ്? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു മനുഷ്യൻ അവന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ആഖിറത്തിൽ സന്താനങ്ങൾ ഉപകരിക്കാത്ത, സമ്പത്ത് ഉപകരിക്കാത്ത, മറ്റൊന്നും അവന് ഉപകാരം ചെയ്യാൻ കഴിയാത്ത ആ ലോകത്ത് അവന് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ അവന് ആവശ്യമായിട്ടുള്ളത് സലീമായ ഖൽബാണ്, സലീമായ ഹൃദയമാണ്, സംശുദ്ധമായ ഹൃദയമാണ്.
സംശുദ്ധമായ ആ ഹൃദയത്തോട് കൂടെ അള്ളാഹു നമുക്കൊരു കുഞ്ഞിനെ നൽകിയിട്ട് ആ ഹൃദയത്തിൽ സംശുദ്ധത അതിനെ നിലനിർത്താതെ ആ ഹൃദയത്തിലേക്ക് മോശമായ വിഷയങ്ങളെ കടത്തിവിടുന്നു എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ അതിന് മറുപടി പറയാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. അത് നിലനിർത്തുകയും അവന്റെ ജീവിതാന്ത്യം വരെ അങ്ങനെ അവനെ നിലനിർത്തുകയും ആഖിറത്തിൽ അവന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തേണ്ടത്. മാതാവിന്റെ പ്രാർത്ഥന, മാതാവിന്റെ പ്രവർത്തനം, മാതാപിതാക്കളുടെ പിതാവിന്റെ പ്രാർത്ഥന, പിതാവിന്റെ പ്രവർത്തനം ഇതെല്ലാം ഒരു കുട്ടിയുടെ വിജയത്തിന് കാരണങ്ങളാണ്. നിങ്ങൾ നോക്കൂ, എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുക. മാതാവ് കരള് പൊട്ടി തന്റെ മകനെതിരെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഉന്നതമായ പദവികൾ ഉണ്ടായിരുന്നിട്ട് കൂടി ദുനിയാവിൽ ആ മനുഷ്യന് ഒരുപാട് നിന്ദ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം വലിയ ആബിദായിരുന്നു, വലിയ ആരാധനകൾ നടത്തിയിരുന്ന സംശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എതിരെ തന്റെ മാതാവ് ഒരു പ്രാർത്ഥന നടത്തി എന്നതിന്റെ കാരണമായിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് വലിയ ഒരു പരീക്ഷണത്തിന് അകപ്പെടേണ്ടി വന്നിട്ടുള്ളത്. തിരിച്ചു നമുക്ക് കാണാൻ സാധിക്കും, തന്റെ മാതാവിന്റെ സന്തോഷത്തോടു കൂടിയുള്ള പ്രാർത്ഥന കൊണ്ട് വിജയത്തിന്റെ സോപാനങ്ങൾ കയറിയിട്ടുള്ള എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മാതാവിന്റെ പിതാവിന്റെ പ്രാർത്ഥന അതൊരു കുട്ടിക്ക് നാം പ്രാർത്ഥിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവന്റെ വിജയത്തിന് വേണ്ടി, അവന്റെ ഉന്നമനത്തിന് വേണ്ടി, അവന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന്, രക്ഷിതാവിന്റെ ഭാഗത്തു നിന്ന് പ്രാർത്ഥന ആവശ്യമാണ്. അതോടൊപ്പം പ്രവർത്തനങ്ങളും ആവശ്യമാണ്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന രക്ഷിതാക്കൾ ആ കുട്ടികളെ ഏതാനും ചില വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികൾ കളിമണ്ണ് പോലെയാണ്. ആ കളിമണ്ണ് ഏത് രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. അതിനൊരു കലമായി, ചട്ടിയായി, ശില്പമായി, മറ്റു വിഷയങ്ങളൊക്കെ ആയി, ഒരു വസ്തുക്കളായി നമുക്ക് അതിനെ മാറ്റാൻ കഴിയുന്നത് പോലെ കുട്ടികൾ നമുക്ക് മുമ്പിൽ കളിമണ്ണ് പോലെയാണ്. നാം എങ്ങനെയാണോ അതിനെ രൂപപ്പെടുത്തുന്നത് ആ രൂപത്തിലാണ് കുട്ടികൾ മാറുന്നത്. അതുകൊണ്ട് നാം ആ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, കുടുംബങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. കുടുംബങ്ങളുമായി നല്ല നിലയിലുള്ള ബന്ധം സ്ഥാപിക്കാൻ കുട്ടികൾക്ക് നമ്മൾ പരിശീലനം നൽകണം. അതിനാദ്യം മാതാപിതാക്കൾ അത്തരത്തിലുള്ള ആളുകളായിത്തീരണം. തൻ്റെ കുടുംബങ്ങളുമായി അകന്നു നിൽക്കുന്ന ഒരു മാതാപിതാവുള്ള കുട്ടിയാണെങ്കിൽ, രക്ഷിതാക്കൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളുടെ മഹത്വം അവൻ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. കാരണം തൻ്റെ മാതാവിൽ നിന്നത് കാണുന്നില്ല, തൻ്റെ പിതാവിൽ നിന്നത് കാണുന്നില്ല. വലിയ മഹത്വം വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് കുടുംബബന്ധത്തിൽ. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യം വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന ഒന്നാണ്. അത് കുട്ടികളിൽ നാം ഉണ്ടാക്കിയെടുക്കണം. പഴയകാലത്തെ അപേക്ഷിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നൊക്കെ മാറി അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ കുട്ടികളിൽ പിതാവിനോട്, മാതാവിനോട്, അവരുടെ പിതാക്കന്മാരോട്, അവരുടെ സഹോദരങ്ങളോട്, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട ബന്ധുമിത്രാദികളോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ആതിഥ്യ മര്യാദകൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. ആതിഥ്യ മര്യാദ, തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അവനോട് പെരുമാറേണ്ടത് എന്നത് കുട്ടികളിൽ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. ആതിഥ്യ മര്യാദ, തൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയ പർവ്വതവുമായിട്ടാണ് അവൻ കടന്നു വരുന്നതെന്നാണ്. അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന അതിഥിയെ സ്വീകരിക്കാൻ ആ കുട്ടിയെ പരിശീലിപ്പിക്കണം. അവനെ അത് പഠിപ്പിക്കണം. അത് തൻ്റെ മാതാവിൽ നിന്ന് ആ കുട്ടി കാണണം, തൻ്റെ പിതാവിൽ നിന്ന് ആ കുട്ടി കാണണം. അതുപോലെ അയൽവാസികൾ, മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, അയൽവാസികളുടെ മഹത്വങ്ങളും അവരോടുള്ള കടപ്പാടുകളും ബന്ധങ്ങളും ഒക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയന്നു പോയി. എന്തിനാണ് ഭയന്നത്? അതായത്
ഇത്ര വലിയ ബാധ്യതകളുണ്ട് എങ്കിൽ ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങളുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട, ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കേണ്ട അനന്തരാവകാശം, ഞങ്ങളുടെ സ്വത്തിന്റെ അനന്തരം അത് അയൽവാസിക്കു കൂടി അതിൽ പങ്കുണ്ടാകുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്ന അത്ര വലിയ ബാധ്യതയാണ് തന്റെ അയൽവാസിയോടുള്ളത്. അത് മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് ആ കുട്ടിക്ക് കാണാൻ സാധിക്കണം. നമ്മൾ എത്ര വലിയ മഹത്വങ്ങളുള്ളവരായാലും മറ്റേത് മേഖലകളിൽ വലിയ പുരോഗതി നേടിയവരായാലും തന്റെ അയൽവാസികളുമായി നല്ല ബന്ധത്തിലല്ല എങ്കിൽ കുട്ടിക്ക് അയൽവാസിയോടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ ആ കുട്ടിക്ക് സാധിക്കാതെ പോകും. അതുപോലെ ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ ആ സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് നാം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ഓരോ സ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലുന്ന ഒരു സദസ്സിലേക്ക്, ഒരു പരിപാടിയിലേക്ക് കയറി ചെല്ലുന്ന കുട്ടി അവിടെ ആളുകളുമായി സഹവസിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് പെരുമാറുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ കുട്ടിയിൽ നിന്നുണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? സദസ്സിനെ കുറിച്ച്, ആ സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല. ഒരു കുട്ടിയുടെ പ്രവർത്തനമാണ് ആ കുട്ടിയുടെ പിതാവിനെ വിലയിരുത്താൻ കാരണമാകുന്നത്. ഒരു സ്ഥലത്ത്, ഒരു സദസ്സിൽ ഒരു കുട്ടി കാണിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ കുട്ടിയുടെ പിതാവിനെ മനസ്സിലാക്കാൻ സാധിക്കും. ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥകൾ ആ കുട്ടിയുടെ മാതാവിനെ വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സദസ്സുകളുടെ മര്യാദകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ദീനാനുകമ്പ, കാരുണ്യം എന്ന് പറയുന്നത്. തന്റെ വീട്ടിലുള്ളവരോട്, തന്റെ വീടിന് പുറത്തുള്ളവരോട്, തന്നേക്കാൾ പ്രായത്തിൽ കുറഞ്ഞവരോട്, അതുപോലെ തന്റെ വീട്ടിലെ വളർത്ത് മൃഗങ്ങളോട് വരെ, തന്റെ വീട്ടിലേക്ക് വരുന്ന വളർത്ത് മൃഗങ്ങൾ, അതുപോലെ മറ്റു മൃഗങ്ങൾ, അവകളോടൊക്കെ കാരുണ്യം കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു കരുണയുള്ള മനസ്സിന്റെ ഉടമകളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. എങ്കിലേ ആ കുട്ടി പിന്നീട് അവൻ വളർന്നു വരുമ്പോൾ കരുണ കാണിക്കുന്നവനായി മാറുകയുള്ളൂ. അത് നമ്മുടെ മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് സാധ്യമാകണം. അതുപോലെ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിക്കരുത്. നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പരാജയമാണത്. കുട്ടിയെ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിക്കരുത്. കുട്ടിക്ക് സന്തോഷം പകരേണ്ട ബാധ്യത രക്ഷിതാവിനുണ്ട്. പക്ഷേ ആ സന്തോഷം മാത്രമല്ല കുട്ടി ആർജിച്ചെടുക്കേണ്ടത്, അവൻ നേടിയെടുക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടുള്ളതാണ് എന്ന പാഠം ബാല്യത്തിലെ, അവന്റെ കൗമാരത്തിലെ, അവന്റെ ചെറുപ്പത്തിലെ അവനിലേക്ക് കടത്തിവിടാൻ രക്ഷിതാവിന് സാധ്യമാകണം. ജയമുണ്ട്, തോൽവിയുണ്ട്, രണ്ടും നേരിടേണ്ടവനാണ് എന്ന ഒരു തോന്നൽ കുട്ടിയിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതല്ല എങ്കിൽ വിജയം മാത്രമാണ്. ആ വിജയത്തിലെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നാം പ്രശംസ നൽകാറുണ്ട്, അഭിനന്ദനങ്ങൾ നൽകാറുണ്ട്, അതുപോലെ സമ്മാനങ്ങൾ നൽകാറുണ്ട്. ഈ സമ്മാനങ്ങൾ നൽകുന്നത് നല്ലതാണ്, പ്രശംസിക്കുന്നത് നല്ലതാണ്, അഭിനന്ദിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് അതിൽ വിട്ടുകഴിഞ്ഞാൽ ആ കുട്ടിക്ക് പരാജയത്തെ നേരിടാൻ സാധിക്കുകയില്ല. വിജയം മാത്രം സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ അഭിനന്ദനം മാത്രം സ്വപ്നം കണ്ട് താൻ എന്ത് ചെയ്താലും അഭിനന്ദനം കിട്ടും, സമ്മാനം കിട്ടും എന്ന് വന്നാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവൻ അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് അവൻ ചിന്തിക്കും. താൻ എന്ത് ചെയ്താലും അതിന് ഒരു പ്രതിഫലം കിട്ടണം എന്നവൻ ചിന്തിക്കുന്ന രൂപത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വഴിയായി ഇത് അതിരുവിട്ട് കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിലേക്ക് കുട്ടി എത്തിച്ചേരും. അതുകൊണ്ട് അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ ജീവിതം അത് വിജയവും പരാജയവും ഉണ്ടാകുമെന്ന് കുട്ടിയെ പഠിപ്പിക്കേണ്ടതുണ്ട്. വലിയ മാർക്കുകൾ വാങ്ങുമ്പോൾ അഭിനന്ദിക്കണം. അതോടൊപ്പം ആ അഭിനന്ദിക്കുമ്പോൾ തന്നെ ആ കുട്ടി എപ്പോഴെങ്കിലും തോൽക്കാനിടയായാൽ അല്ലെങ്കിൽ മാർക്കുകൾ കുറഞ്ഞു പോയാൽ ആ കുട്ടിയെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന ഒരു ശൈലി ഉണ്ടായാൽ ആ കുട്ടി അവന്റെ ജീവിതത്തിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ്.
ആ വിഷയത്തിലൊക്കെ നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയ ജാഗ്രത ആവശ്യമാണ്. ചെറുപ്പത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, നമ്മുടെ വീടുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ അവന് ഭാരമാകാത്ത രൂപത്തിൽ നമ്മുടെ വീട്ടിലെ കുടുംബങ്ങളുമായി അതിലൊക്കെ ഏർപ്പെടാനുള്ള അവസരങ്ങൾ നിർബന്ധിക്കുകയല്ല, അവന് അവസരങ്ങൾ നൽകണം. അങ്ങനെ അവസരം നൽകുമ്പോൾ അവനിലുള്ള കഴിവുകൾ അത് പ്രകടിപ്പിക്കാനും അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലേക്ക് അവന് താല്പര്യം ജനിക്കാനും ഒക്കെ അത് കാരണങ്ങളായി തീരും. അതുപോലെ നന്ദി പറയാൻ ശീലിപ്പിക്കുക. നമ്മുടെ മലയാളികൾക്കില്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രശ്നത. മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു, ചെറിയ ഒരു കാര്യം ചെയ്താലും അവർ നന്ദി പറയുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാം. എന്നാൽ മലയാളികളിൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന ഒരു മേഖലയാണത്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുകയും അത് ചെയ്തു തന്നിട്ടുള്ള ആളുകളോട് നന്ദി വാക്കുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കൊണ്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയും വേണം. അത് കുട്ടിയെ പരിശീലിപ്പിക്കണം. ഏതൊരു ചെറിയ പ്രവർത്തനങ്ങളായാലും അവന് ലഭിക്കുമ്പോൾ ആ ലഭിച്ചതിൽ അവൻ സന്തോഷം പ്രകടിപ്പിക്കുകയും അത് നൽകിയ ആളോട് നന്ദി പറയുകയും ചെയ്യുന്ന രൂപത്തിൽ ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് നാം കാണിക്കേണ്ട, അവരോട് നാം ശീലിക്കേണ്ട രൂപങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാഇബുബനക സബഅൻ, തന്റെ കുട്ടിയോട് 7 വയസ്സ് വരെ കളിക്കാനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. 7 വയസ്സ് വരെ കുട്ടിയുമായി ഉല്ലസിക്കണം, ലാഇബ് കളിക്കുക. 7 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത 7 വയസ്സിൽ വാത്തിബുഹു സബഅൻ, പിന്നെ അടുത്ത 7 വയസ്സിൽ വെറും കളിയായിട്ട് ആ കുട്ടിയോട് കൂടെ നിൽക്കുകയല്ല വേണ്ടത്. വാത്തിബുഹു, അവന് മര്യാദകൾ പഠിപ്പിക്കണം. അവന് വീട്ടിൽ, നാട്ടിൽ, അവന്റെ കൂട്ടുകാരോട്, അയൽവാസികളോട്, മറ്റുള്ള ആളുകളോട്, മുതിർന്നവരോട്, ഗുരുനാഥരോട്, മാതാപിതാക്കളോട്, ഇങ്ങനെ സർവ്വ മേഖലകളിലുമുള്ള ആളുകളോട് പെരുമാറേണ്ട രൂപങ്ങളെ, മര്യാദകളെ പഠിപ്പിക്കണം. പിന്നീടുള്ള 7 വയസ്സ് വസ്വാഹിബുഹു സബ്അ, അവനോട് സഹവസിക്കുക. തുമ്മത്രുഖുഹു ലിത്തജാരുബി, പിന്നീട് അവനെ പരിശീലനത്തിനായി ഉപേക്ഷിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ നാം വളർത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. നിങ്ങൾ നോക്കൂ, നെപ്പോളിയൻ ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞത്, നല്ല സ്ത്രീകളെ നിങ്ങൾ എനിക്ക് തരൂ, നല്ല സ്ത്രീകളെ നിങ്ങൾ എനിക്ക് തരൂ, നല്ല ഒരു രാജ്യം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. നല്ല സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വിഷയങ്ങളിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന മാതാവ്, ആ മാതാവിന് അതിനനുസരിച്ച വിദ്യാഭ്യാസം, മതബോധം ഉണ്ടാവണം. ഒരുപക്ഷെ പിതാവ് എത്ര മതബോധമുള്ളവനാണെങ്കിലും അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ പ്രവാസികളൊക്കെ ആണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. ആ കുട്ടി സഹവസിക്കുന്നത്, ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിക്കുന്നത് തൻ്റെ മാതാവിനോടാണ്. മാതാവ് മതബോധമുള്ളവളല്ല എങ്കിൽ, മാതാവിന് ഈ വക വിഷയങ്ങളൊന്നും അറിയില്ല എങ്കിൽ, പിന്നീട് ആ കുട്ടി കണ്ടുപഠിക്കുന്നത്, ശീലിക്കുന്നത് മാതാവിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഈ മതബോധവും വിദ്യാഭ്യാസവും ഒക്കെ നാം നൽകേണ്ടത് പെൺകുട്ടികൾക്ക് തന്നെയാണ്. ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ്, ഉമ്മമാരാണ്. അതുകൊണ്ട് നമ്മുടെ പെൺമക്കളെ നാം ആ രൂപത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് നൽകേണ്ട അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശമാണ് മുലപ്പാൽ നൽകുക എന്നത്. ഈ മുലപ്പാൽ നൽകുക എന്നുള്ളതിൽ നമ്മുടെ ഇന്നത്തെ തലമുറ വളരെ പിന്നിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം ഹോസ്പിറ്റലുകളുടെ ചുമരുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഏതാനും ചില നോട്ടീസ് ബോർഡുകളായി മാറുകയാണ്. ഒരു കുട്ടി തൻ്റെ മാതാവുമായി വളരെ അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് പാല് കുടിക്കുന്ന സന്ദർഭം.
വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചില്ലേ, ഹൗലൈനി കാമിലൈനി, 2 വർഷം ഒരു കുട്ടിക്ക് പാല് ലഭിക്കണം. 2 വർഷം ഒരു കുട്ടി പാല് കുടിക്കണം. അതിനുള്ള അവസരങ്ങൾ ഇന്ന് നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, തൻ്റെ മാതാവിനോട് അടുക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ കുട്ടി പിന്നീട് മാതാവിനോട് അകലുകയാണ്. ആ കുട്ടി വളർന്നാൽ പിന്നെ തൻ്റെ വീട്ടിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, താൻ ചോര നീരാക്കി ഉണ്ടാക്കിയ വീട്, ആ വീട്ടിൽ തനിക്ക് സ്ഥാനമില്ലാതെ വരും. കാരണം മാതാവിനോട് അടുത്ത് നിൽക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. വളരെ ചെറുപ്രായത്തിൽ മാതാവിനോടും പിതാവിനോടും ഒത്ത് കളിച്ച് ഉല്ലസിക്കേണ്ട കുഞ്ഞു കുട്ടികളെ നമ്മൾ അവരുടെ ഭാവിയിൽ അമിത പ്രതീക്ഷ പുലർത്തി പലയിടത്തും കൊണ്ടാക്കുകയാണ്. അതുവഴി ആ കുട്ടികൾക്ക് മാതാപിതാക്കളുമായുള്ള ബന്ധവും സൗഹൃദവും സഹവാസവും നിഷേധിക്കപ്പെടുകയാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളർന്നാൽ ആ കുട്ടിക്ക് പിതാവാരാണ്, മാതാവാരാണ്, പിതാവിനോടുള്ള കടമ എന്താണ്, മാതാവിനോടുള്ള കടമ എന്താണ്, അത് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ പ്രായമേറെ ചെന്നാൽ ആ മാതാവും പിതാവും ആ കുട്ടിക്ക് ഭാരമാണ്. തന്റെ ജീവിതത്തിൽ, തന്റെ യാത്രകൾക്ക്, തന്റെ മറ്റു വിഷയങ്ങൾക്കൊക്കെ ആ മാതാവും പിതാവും തടസ്സം നിൽക്കുമ്പോൾ പിന്നീട് അവൻ ചിന്തിക്കുന്നത് ഈ മാതാവിനെയും പിതാവിനെയും അവന് ശല്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് വൃദ്ധസദനങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നാം നിഷേധിച്ച് കളയരുത്. അതുപോലെ നേരത്തെ ഉറങ്ങാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇന്ന് നമ്മൾ കാണുന്നു, കുട്ടികളൊക്കെ മൊബൈലും ടാബൊക്കെ ഉപയോഗിച്ച് രാത്രി ഏറെ വൈകിയും അതിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉറക്കക്കുറവ്, ഒരു മനുഷ്യന്റെ പകലിലെ ഊർജ നഷ്ടം അത് പരിഹരിക്കാനുള്ള സമയമാണ് രാത്രിയിലെ ഉറക്കം എന്ന് പറയുന്നത്. ഓരോ വയസ്സിനും അനുസരിച്ച് കൃത്യമായി ഉറക്കത്തിന്റെ സമയങ്ങളുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയം എന്ന് പറയാവുന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ സമയം ആ കുട്ടി ഉറങ്ങിയിരിക്കണം. ഇതുപോലെ അവന്റെ വളർച്ചയ്ക്കനുസരിച്ച് ആ ഉറക്കത്തിന്റെ സമയം കുറയുന്നു. അവന് ആവശ്യമായ തോതിലുള്ള ഉറക്കം ആ കുട്ടിക്ക് ആവശ്യമാണ്. അത് പഠനത്തിന്റെ പേരിലായാലും മറ്റേത് വിഷയങ്ങളുടെ പേരിലായാലും ആ കുട്ടിക്ക് നിഷേധിക്കപ്പെട്ടാൽ അതുവഴി ആ കുട്ടിക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകും, മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടിയെ ഏത് രൂപത്തിലാണോ നാം കൊണ്ടുവരുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, കളിമണ്ണ് പോലെയാണ്. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നുണ്ട്, കുട്ടിയെ ഏത് ഭാഗത്തേക്ക് നീ വലിക്കുന്നുവോ, കുട്ടിയെ ഏത് ഭാഗത്തേക്ക് നീ തിരിക്കുന്നുവോ അതിനനുസരിച്ച് കുട്ടി പോകും. കുട്ടി അങ്ങോട്ട് ചായും, ഏത് വഴിയിലേക്കും ആ കുട്ടി ചായും. അതുകൊണ്ട് നന്മകൾ മാത്രം കാണാനും നന്മകൾ മാത്രം മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ നന്മകൾ അവർക്ക് പകർന്നു നൽകി സൽസ്വഭാവത്തിൽ അവരെ വളർത്തിയെടുത്താൽ ദുനിയാവില് ഇഹത്തിൽ നമുക്ക് രക്ഷയുണ്ട്. അത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ നമുക്ക് സാധ്യമാകും. ആരാണ് ആഗ്രഹിക്കാത്തത്? തൻ്റെ മകനെ കുറിച്ച് 4 ആൾ നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കാത്തത് ആരാണ്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. തൻ്റെ മക്കളൊക്കെ വലിയവരാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ ദുനിയാവിലും നമുക്ക് ആ ഒരു സന്തോഷം കാണാൻ സാധിക്കും. അതോടൊപ്പം സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായിട്ടുള്ളത് ആഖിറമാണ്. ആ ആഖിറത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ സ്വാലിഹായ അടിമക്ക് അല്ലാഹു അവന്റെ പദവികൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ പദവികൾ, അവന്റെ ഉള്ള പദവികളിൽ നിന്ന് വീണ്ടും വീണ്ടും അല്ലാഹു അവന് വീണ്ടും വീണ്ടും വലിയ പദവികൾ നൽകുകയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ് അന്നാലി ഹാദി, എന്താ പടച്ചോനെ, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എന്ത് കാരണത്തിന്റെ പേരിലാണ് എനിക്ക് ഈ പദവികളൊക്കെ വർദ്ധിപ്പിക്കപ്പെടുന്നത്?
ആ സമയത്ത് അല്ലാഹു തആല പറയുന്നത് ഫയഖൂലു, അല്ലാഹു പറയും ബിസ്തിഗ്ഫാരി വലദിക, നിന്റെ കുട്ടി നിനക്ക് വേണ്ടി പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുന്നു. അതാണ് നിന്റെ ഈ പദവികൾ വർദ്ധിപ്പിക്കുന്നതിന്, നിനക്ക് വലിയ വലിയ പദവികൾ ലഭ്യമാകുന്നതിന് കാരണമാകുന്നത് എന്ന് അല്ലാഹു പറയുമെന്നാണ്. നമ്മുടെ ഖബറിൽ നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവസാനിക്കുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്. അവനെ ഉപകരിക്കുന്ന 3 കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതിലൊന്ന് വലദുൻ സ്വാലിഹുൻ, സ്വാലിഹായ സന്താനമാണ്. യദ്ഉ ലഹു, ആ സ്വാലിഹായ സന്താനം തൻ്റെ മാതാവിന് തൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്താനം ഉണ്ടായാൽ തീർച്ചയായും ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആഖിറത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ആഖിറത്തെക്കുറിച്ച് ചിന്തയുള്ള മക്കളാക്കി ആ മക്കളെ വളർത്തിയെടുക്കണം. ആ മക്കൾ ആ രൂപത്തിൽ വളർത്തിയെടുക്കണം. അല്ലാഹു പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നരകത്തിൽ നിന്ന് നീ മാത്രം രക്ഷപ്പെട്ടത് കൊണ്ട് കാര്യമായില്ല, നീ രക്ഷപ്പെടണം, അതോടൊപ്പം നിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. അതോടൊപ്പം നിനക്കും നിന്റെ കുടുംബത്തിനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ സ്വയവും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിലുള്ള വിറകുകൾ എന്ന് പറയുന്നത് വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, മനുഷ്യന്മാരാണ്, കല്ലുകളാണ്. ആ നരകത്തിലെ വിറകുകളായി തീരാതെ നമ്മുടെ കുട്ടികളെ മാറ്റാൻ നമുക്ക് സാധ്യമാകണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പിതാവ് വന്ന് പരാതി പറയുകയാണ്. എന്താണ് പരാതി എന്നറിയോ? തൻ്റെ മകൻ തന്നെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ മകൻ തന്നെ അനുസരിക്കുന്നില്ല, അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് ജീവിക്കുന്നത് എന്ന് മഹാനായ ഉമർ തങ്ങളോട് പരാതി പറയുകയാണ്. ആ സമയത്ത് ആ കുട്ടിയോട്, ആ യുവാവിനോട് ഉമർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്നത് ശരിയാണ്? അദ്ദേഹം പറഞ്ഞു, ഒരു പിതാവിന് തൻ്റെ മകനോട് ഒരു ബാധ്യതയുമില്ലേ, എന്തെങ്കിലും ബാധ്യതയുമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഉണ്ടല്ലോ, ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതേതൊക്കെയാണ്? മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഒന്ന് അവൻ്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വലിയ പടമാണ്. വിവാഹ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പലരും വിവാഹം നടത്തുന്നത് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്, സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള പലതിനു വേണ്ടിയും. ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, നീ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് ദീനുള്ള പെണ്ണിനാണ്. ഫദ്ഫർ ബിദാത്തി ദീൻ, അങ്ങനെ ദീനുള്ള പെണ്ണിനെ നീ വിവാഹം ചെയ്താൽ, ആ സ്ത്രീയെ വിവാഹം ചെയ്താൽ നിനക്ക് വിജയിക്കാൻ സാധ്യമാകും. അപ്പോ ഒരു യുവാവ് വന്ന് പറയുകയാണ് പരാതി, ഒരു യുവാവിന്റെ പിതാവ് വന്ന് പറയുകയാണ് പരാതി. ആ യുവാവിനോട് കാര്യം അന്വേഷിക്കുമ്പോൾ ആ യുവാവ് തിരിച്ച് ഉമർ തങ്ങളോട് ചോദിക്കുന്നത്, എൻ്റെ പിതാവിന് ഒരു ബാധ്യതയുമില്ലേ എന്ന ചോദ്യത്തിന് മഹാനായ ഉമർ തങ്ങൾ നൽകുന്ന ഒന്നാമത്തെ മറുപടി, നിന്റെ മാതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നിന്നോട് നിന്റെ പിതാവിന് ചെയ്യാനുള്ള ബാധ്യതയാണ്. എത്രയോ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷേ ഭാര്യമാരെ തെരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. സ്വാലിഹത്തായ ഭാര്യയല്ല എങ്കിൽ ഒരു പക്ഷേ തൻ്റെ മക്കൾ പോലും വഴികേടിലാകാൻ, നഷ്ടപ്പെട്ടു പോകാൻ, നശിച്ചു പോകാൻ അത് കാരണമായി തീരും. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത് മഹാനായ ഉമർ തങ്ങൾ പറയുന്നത് നല്ല പേരിടണമെന്നാണ്. കുട്ടിക്ക് നല്ല പേരിടണം. ഞങ്ങളൊക്കെ ദർസിൽ ഓതുന്ന കാലത്ത് അവിടെ കുട്ടികൾ പലപ്പോഴും വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്നത് കാണാറുണ്ട്. പേരിന്റെ പേര് എന്തുകൊണ്ടാണ്? വേണ്ടത്ര മതബോധമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും മാതാപിതാക്കൾ. അവര് ഇന്നങ്ങനെ ട്രെൻഡ് കൂടിയാണ് 2 അക്ഷരത്തിലും 1.5 അക്ഷരത്തിലും ഒക്കെ പേരിടുക. അപ്പൊ അങ്ങനെ പേരിടുക, ആ പേര് അവനൊക്കെ മതബോധമുള്ളവനായി പഠിച്ച് വളർന്നു വന്നു നോക്കുമ്പോൾ അവന്റെ പേരിനെ കുറിച്ച് അവന് ഒരു
മോശം തോന്നുകയാണ്. അങ്ങനെ പേര് മാറ്റിയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുട്ടിക്ക് കിട്ടേണ്ട അവകാശമാണ് നല്ല പേരിടുക എന്നുള്ളത്. നല്ല പേരിടുക എന്നുള്ളത് പേരിലൊക്കെ എന്തിരിക്കുന്നു എന്നാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ പേരിൽ പലതും ഇരിക്കുന്നുണ്ട്. ഒട്ടകത്തെ കറക്കാൻ വേണ്ടി കടന്നു വരുന്ന മുറത്ത് എന്ന് പേരുള്ള ഒരു മനുഷ്യനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ച് മുറത്ത് കയ്പ് എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. പേരുകളിൽ പലതുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ആളുകൾക്കും പേരുകൾ മാറ്റിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നല്ല പേര് നൽകുക. ഈ കുട്ടികൾ നമ്മെക്കുറിച്ച് പരാതി പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഞങ്ങളുടെ കാലുകൾ കൊണ്ട് ഞങ്ങളുടെ മാതാവിനെ പിതാവിനെ ചവിട്ടട്ടെ എന്ന് സമ്മതം ചോദിക്കുന്ന ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം അവസാനിപ്പിക്കുകയാണ്. വളരെ സുദീർഘമായി പറയേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും കുട്ടികളിൽ അവരിലുണ്ടാകുന്ന സ്വഭാവത്തിൽ വലിയ പങ്കുവഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ, വളരെ വിശാലമായ വിഷയത്തെയാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്തി പറയുകയാണ്. അമിത ഭക്ഷണം അത് കുട്ടികളെ വഷളാക്കും, ശാരീരികമായി മാനസികമായി പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ പഠനഭാരം, കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് അവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവനെ പഠിപ്പിക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. മറ്റുള്ള കുട്ടികളുടെ പോലെ ആകണമെന്ന രൂപത്തിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കുട്ടിയെ പരാജയത്തിലാണ് കൊണ്ടെത്തിക്കുക. അമിത ലാളന അത് പ്രശ്നങ്ങളുണ്ടാകും. തെറ്റായ കുടുംബാന്തരീക്ഷം ഇതെല്ലാം കുട്ടികളുടെ പരാജയത്തിൽ കലാശിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കുകയും നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഇത്തിരി വൈകിയിട്ടുള്ളത്. നമ്മുടെ പള്ളി മദ്രസയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മദ്രസയിൽ നിർമ്മിക്കുന്ന പന്തലിൻ്റെ പണിയിലേക്ക് ഡോക്ടർ കൊച്ചലീമ എന്ന സഹോദരി 1,00,000 രൂപ സഹായം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സംഭാവന കബൂൽ ചെയ്യട്ടെ. അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ അവർ നൽകിയ ഈ സ്വതക്കയുടെയും ഈ പ്രാർത്ഥനയുടെയും പകരമായി അള്ളാഹു അവരുടെ മാതാപിതാക്കളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തീർക്കട്ടെ. അവരുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് സ്വർഗാവകാശികളിൽ അവരെയും നമ്മെയും നമ്മോട് ബന്ധമുള്ളവരെയും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ ഓരോ ദിനങ്ങളിലും ഓരോ രാത്രികളിലും ലക്ഷക്കണക്കായ ആയിരക്കണക്കായ ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമ്പോൾ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെയും ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പന്തൽ പണിയിലേക്ക് സഹായം നൽകിയ സ്വദേശത്തും വിദേശത്തുമുള്ള മറ്റുള്ള സഹോദരങ്ങൾക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അടുത്തിടെ നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മദ്രസ, പള്ളി, മറ്റു നാട്ടിലെ ദീനീ സംരംഭങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ, മാനസികമായി ശാരീരികമായി അതിനോടൊപ്പം നിൽക്കുന്നവർ, ചേർന്ന് നിൽക്കുന്നവർ, മുൻകാലങ്ങളിൽ നമ്മുടെ പള്ളി മദ്രസകൾക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, അതിനോടൊപ്പം നിന്നവർ, മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد وعلى